ഹലോ ഗായ്സ്, നമുക്ക് സിമ്പിളായിട്ട് മുട്ടക്കറി ഉണ്ടാക്കിയാലോ. സോ അതിന് ആവശ്യം ഒരു കുക്കർ. ഭയങ്കര സിമ്പിളായിട്ട് ആദ്യം കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ഓക്കെ. വെള്ളം എന്തോ തിന്നു, അതാണ് പൊട്ടിത്തെറിക്കും കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കടുക്. ഓക്കെ, പിന്നെ ചൂടാകുമ്പോഴത്തേനും ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. കടുക് ഇട്ടു. ആൻഡ് നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ടു. പച്ചമുളക് എന്നിട്ട് നമ്മൾ സവോള ഇടുക. സവോള ഞാൻ കാണിച്ചുതരാം. സവോള കണ്ടോ, തക്കാളിയും വേണം. സവോള നമ്മൾ ഇങ്ങനെ ഇടുക. സവോള ഇട്ട് ഒന്ന് വഴറ്റുക. ആക്ച്വലി ചെറിയ സ്പൂൺ എടുക്കുക. ഇതേപോലെ ഇത്ര ആർഭാടമായിട്ട് സ്പൂണൊന്നും എടുക്കരുത്. ഓക്കെ, സവോള ഇട്ടതിന് ശേഷം തക്കാളി ഇടുക. സവോള ഇട്ടതിന് ശേഷം കുറച്ച് തക്കാളി ഇടുക. ഓക്കെ, ഇതൊന്ന് ഇവിടെ ആക്ച്വലി ഉപ്പ് പൊടി അല്ല ഇടാറുള്ളത്. സോ ഇവിടെ ഉപ്പ് മറ്റേ കല്ലുപ്പാണ് ഇടുന്നത്. അതിൻ്റെ അളവ് ഓക്കെ, ഉപ്പ് ഇവിടെയാണ് കേട്ടോ. ഇതിന് കുറച്ച് സ്പൂണിലെടുക്കുക. നിങ്ങൾ ഉപ്പ് ആവശ്യത്തിന് ഇടുക കേട്ടോ. ഒരു കണക്കിനങ്ങ് ഇട്ടു. ചിലപ്പോൾ കൂടിപ്പോവാം, ചിലപ്പോൾ കുറയാം. കാരണം ഇതെനിക്ക് വലിയ പിടുത്തമില്ല. കൂടിപ്പോവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, ഒന്ന് വഴറ്റുക. ആക്ച്വലി ഞാനിപ്പോൾ പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പം വേണമെങ്കിൽ പൊടി ഇടാം, പക്ഷേ ഒന്ന് ഒരു വിസിൽ വരണം കേട്ടോ. ഞാൻ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തക്കാളി ആക്ച്വലി വെന്തോടയും കേട്ടോ. ഇങ്ങനെയൊക്കെ അങ്ങനൊന്നും അല്ല. ഞാൻ പിന്നെ ഒരു രസത്തിന് പെട്ടെന്ന് നമ്മൾ അരിയുമ്പോഴും, അതായത് ഇതെന്ന് പറയുന്ന പെട്ടെന്നുള്ളൊരു കറിയാണ് ഇത്. ചിലപ്പോൾ തക്കാളി കറി ആവും എന്ന് എനിക്കറിയില്ല. ഇല്ല, പെട്ടെന്നൊരു കറി ആയതുകൊണ്ട് പെട്ടെന്ന് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ പല PGയിലാണെങ്കിലോ ഇപ്പോൾ രാവിലെ ആണെങ്കിലോ ഇങ്ങനെ നിൽക്കുകയും വേണ്ട. വേണമെങ്കിൽ ഇത് ഞാനൊന്ന് കുറച്ച് ടേസ്റ്റിന് വേണ്ടി കുറച്ച് വഴറ്റുക. നിങ്ങൾ കുറച്ച് നേരം വഴച്ചില്ലെങ്കിലും എന്താ, ഈ സമയം നമുക്കിത് കഴുകാം, പരിപാടികളെല്ലാം ചെയ്യാം. മനസ്സിലായില്ലേ?